നമസ്കാരം. കുറച്ച് നാളിന് ശേഷം ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ പ്രധാനമായിട്ടും വന്നത്. അതിൽ ആദ്യത്തെ കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണല്ലോ ഹണി റോസിനെ അപമാനിച്ച ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയം. ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന കക്ഷിയെ കാണുന്ന കാഴ്ചയിൽ ചെബുക്കല്ലൊന്ന് അടിച്ചു പൊട്ടിക്കണം എന്ന് തോന്നിയിട്ടുള്ള രീതിയിലുള്ള പ്രവൃത്തികളാണ് എല്ലാ രീതിയിലും അയാൾ പ്രവർത്തിച്ചിട്ടുള്ളത്, കാണിച്ചിട്ടുള്ളത്. നമ്മൾ കേരളത്തിൽ ഒരുപാട് ബിസിനസ്സുകാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ബിസിനസ്സുകാരിൽ ഏതൊക്കെ രീതിയിൽ ജനത്തെ പറ്റിച്ച് തന്റെ കാര്യം നേടിയെടുക്കാമെന്ന് കരുതി അതിലേറ്റവും പ്രധാനപ്പെട്ട തട്ടിപ്പായിട്ട് ഒരുപക്ഷെ മലയാളികൾ മുഴുവൻ പോയി വീണുകൊണ്ടിരുന്ന ചാരിറ്റി തട്ടിപ്പ് എന്ന് പറയുന്ന ഏറ്റവും വലിയ തട്ടിപ്പ്. മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ധാരാളം പേരെ പറ്റിക്കാനുള്ള തന്ത്രം വളരെ മനോഹരമായി നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരുവനാണ് ഈ ബോബി ചെമ്മണ്ണൂർ. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ഹണി റോസിനെ അപമാനിച്ച വിഷയത്തിൽ ഞാൻ ഇപ്പോഴാണോ ഒന്ന് മറുപടി പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് ഏഷ്യാനെറ്റിന്റെ ഷൂട്ടിന്റെ ഭാഗമായിട്ട് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഇവിടെ ഞാറക്കലുള്ള ഒരു ഷാപ്പുണ്ട്. അവിടെ ഇയാൾ തുണിയടി ചാടി കുറേ ബേളങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ആ ഷാപ്പിൽ ഒരു ഷൂട്ടിന് പോവുകയും അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന എൻ്റെ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ ആ വീഡിയോ ഓഫ് ചെയ്യാനും ഇനി എടുത്തു കഴിഞ്ഞാൽ ആ മൊബൈൽ എടുത്ത് ഞാൻ ദൂരെ കളയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനവിടെ ചൂടാവുകയും, ഇയാളെ ഇതുപോലെ ഒരു കോമാളിയുടെ ഒരു പ്രസ്ഥാനത്തിൽ എനിക്കൊരു രീതിയിലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ സംസാരിക്കുകയും ഒക്കെ ചെയ്തൊരു സംഭവം ഇതിനു മുൻപ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത് നമ്മുടെ സ്പോൺസേഴ്സ് ആണെന്ന് പറഞ്ഞ സമയത്ത് ഇത് നമ്മുടെ സ്പോൺസേഴ്സ് അല്ല, നിങ്ങളുടെ സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞ് സംസാരിച്ചാൽ മതി എന്ന് തന്നെ എൻ്റെ നിലപാട് ഞാൻ അന്നേ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇത് കേവലം ഒരു ഹണി റോസിനെ ആക്ഷേപിച്ചു എന്നുള്ളത് മാത്രമല്ല, പൊതുവെ സ്ത്രീകളെ വെറും പരിഹാസ രൂപേണ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോമാളിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അടിയായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ പോലീസ് എടുത്തേക്കുന്ന ഈ തീരുമാനത്തെ കാണുന്നത്. അതുകൊണ്ട് പ്രത്യേക അഭിനന്ദനങ്ങൾ കേരള പോലീസിനും, അല്ലെങ്കിൽ ഇത്തരം ആക്ഷേപങ്ങൾ സഹിക്കേണ്ട എന്ന് തീരുമാനിച്ച ഹണി റോസിനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ്. ഇനി ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ആക്ച്വലി ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ സത്യത്തിൽ തീരുമാനിച്ചത്. ഇപ്പം നിങ്ങൾ എല്ലാവരെയും വിളിക്കുന്ന സമയത്ത് സൈബർ തട്ടിപ്പുകളെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ സൈബർ തട്ടിപ്പുകൾ നടക്കുന്നു. അപ്പോൾ എന്താണ് സൈബർ തട്ടിപ്പ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകരുത്. ഇന്ന് ഞാനൊന്നൊരു കാര്യം ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. എനിക്കിന്നൊരു മെസ്സേജ് വാട്സപ്പിൽ വന്നു, വീട്ടിലിരുന്നു കൊണ്ട് പണം സമ്പാദിക്കാം എന്ന് കരുതിയിട്ടാണ് ഈ മെസ്സേജ് വന്നത്. അപ്പം ഞാൻ തിരിച്ച് റിപ്ലൈ ഇട്ടു, എത്ര രൂപ ഒരു ദിവസം സമ്പാദിക്കാൻ പറ്റും? അപ്പോൾ 2500 മുതൽ 3500 രൂപ വരെ ഒരു ദിവസം നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും എന്ന് എനിക്ക് തിരിച്ച് റിപ്ലൈ വന്നു. അപ്പം ഞാൻ കരുതി തട്ടിപ്പാണെന്നുണ്ടെങ്കിലും ഞാൻ ആരാണെന്നങ്ങ് പറയാം. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിത് കണക്ക് മലയാള സിനിമയിലെ ഒരു ആക്ടറാണ്, ബിഗ് ബോസിലെ വിന്നറാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് 2500 3000 എന്ന് പറയുന്നത് എനിക്കൊരു ചെറിയ എമൗണ്ടാണ്. എനിക്ക് എൻ്റെ സമയം കളയാനില്ല, അതുകൊണ്ട് ഞാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ വീണ്ടും, കുഴപ്പമില്ല സാറ് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സാറിന് വെറുതെ കിട്ടുന്ന പൈസയല്ലേ, അത് നല്ലതല്ലേ എന്ന് കരുതി. എന്തായിരിക്കും ഇതിൻ്റെ ഉദ്ദേശമെന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ഒന്ന് കയറാൻ ശ്രമിച്ചു. അപ്പോൾ ഇവർ പറയുന്നത്, ഇവർ കുറച്ച് വീഡിയോസും മറ്റും നമ്മുടെ ഈ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കുറേ ലിങ്കുകൾ നമുക്ക് അയച്ചു തരും. നമ്മളത് സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ, അതായത് നമ്മുടെ നോർമലി കാണുന്ന ഇപ്പോൾ ഒരു ഹോട്ടലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ നമ്മളത് റിവ്യൂ ചെയ്യണം, സ്റ്റാർ റേറ്റിംഗ് കൊടുക്കണം. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ആദ്യം 150 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഇട്ട് തരും. പിന്നീട് ഓരോ തവണ ചെയ്യുമ്പോഴും 50 രൂപ വെച്ച് അക്കൗണ്ടിൽ ഇട്ട് തരും. ഇങ്ങനെ 6 പ്രാവശ്യം 50 രൂപ വെച്ച് ഇവർ അക്കൗണ്ടിൽ ഇട്ട് തന്നു. ഒരു 450 600 രൂപ മറ്റോ ഇവർ നമ്മുടെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പിൽ ഇവർ നമ്മളെ മെമ്പറാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് അടുത്ത ഇവരുടെ പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റൽ പ്ലാൻ പോലെ, എക്കോണമിക്കൽ പ്ലാൻ പോലെ ഇവർ ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് പല ഗ്രൂപ്പിലും ഒരുപാട് ആൾക്കാർ ഞാൻ 2000 ഇടാൻ തയ്യാറാണ്, 5000 ഇടാൻ തയ്യാറാണ്, 10000 ഇടാൻ തയ്യാറാണ്. അപ്പോൾ ഇത്ര രൂപ ഇടുന്നതിനനുസരിച്ചിട്ട് അവരൊരു ലാഭക്കണക്കുകളും അതിൻ്റെ പ്രോഫിറ്റും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ഇതിന് മുൻപൊരിക്കൽ എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു. അതായത് ഏതോ ഒരു പെൺകുട്ടി ഇതേപോലെ ഒരു തട്ടിപ്പിൽ പോയി വീഴുകയും പലപ്പോഴായിട്ട് ആദ്യം 2000 കൊടുത്തു, പിന്നീട് 5000 കൊടുത്തു. പ്രോഫിറ്റ് ചോദിച്ച സമയത്തേക്ക് നിങ്ങൾ ഇതും കൂടി ഇൻവെസ്റ്റ് ചെയ്തെങ്കിലേ ഞങ്ങൾ ഇനിയും തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10-40,000 രൂപ നഷ്ടപ്പെട്ട ഒരു സാധാരണക്കാരി ഒരു കുട്ടി എനിക്കൊരിക്കലും മെസ്സേജ് അയച്ചു, ചേട്ടാ ഇതിലെന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? പക്ഷേ എനിക്കൊന്നും അതിൽ ചെയ്യാൻ പറ്റത്തില്ല. എനിക്കെന്നല്ല, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മുടെ സൈബർ ഡിപ്പാർട്ട്മെന്റിനും ഇതിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വീട്ടിലിരുന്ന് വെറുതെ സമ്പാദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഇത്തരം തട്ടിപ്പുകളിലോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം കൊടുത്തുകൊണ്ട് നിങ്ങളെ കനപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യങ്ങളിലോ ദയവ് ചെയ്ത് പോയി വീഴുക. എന്നിട്ട് ഞാൻ ഇവർക്ക് കൃത്യമായ മെസ്സേജ് അയച്ചു. എനിക്ക് എൻ്റെ ജ്യേഷ്ഠൻ കേരള സൈബർ പോലീസിലെ SP ആണെന്നും ഞാൻ ഈ കാര്യങ്ങൾ, നിങ്ങളുടെ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ അയക്കാൻ പോവുകയാണെന്നും എന്നൊക്കെ പറഞ്ഞ സമയത്തേക്ക് ഇവരെ എന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തു.
അപ്പോൾ ഈ ഒരു തട്ടിപ്പാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് പ്രധാന സുരക്ഷയുടെ ഭാഗമായിട്ട് പണ്ട് കോവിഡ് വന്ന സമയത്ത് നമുക്ക് നൽകിയ സുരക്ഷ പോലെ തന്നെ നമ്മൾ മൊബൈലിൽ നിന്ന് മറ്റൊരാളെ വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ നൽകുന്ന സന്ദേശമുണ്ടല്ലോ, അത് വളരെ സൂക്ഷിക്കുക. കാരണം വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാമെന്ന് പറയുന്ന സമയത്ത് ഒരുപാട് സ്ത്രീകളായിക്കോട്ടെ, ഒരുപാട് വീട്ടിലിരിക്കുന്നവരായിക്കോട്ടെ ഇത്തരം അപകടങ്ങളിൽ പോയി വീഴാനും കയ്യിലുള്ള പണം നഷ്ടപ്പെടാനുമുള്ള സാധ്യതയുണ്ട് എന്ന് സൂക്ഷിക്കുക. അപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞതാണ്. നിങ്ങൾക്ക് ചിലപ്പം 500-600 തരും, സന്തോഷപൂർവ്വം ആ പൈസ മേടിച്ച് കൈവച്ചേക്കോ. എനിക്കൊരു 600 രൂപ കിട്ടി, ഞാനത് മേടിച്ച് വെച്ചു. എന്നിട്ട് ഈ ഉടായ്പകൾ മറ്റേ നമ്മുടെ അടുത്ത് ഉടായ്പ ഇറക്കുന്നത് പണ്ട് 2011-12 സമയത്ത് ലോട്ടറി അടിച്ചു, നിങ്ങളുടെ നമ്പറിന് ലോട്ടറി അടിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണം, മറ്റേത് ചെയ്യണം, മറിച്ചത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട വീട്ടിലെ ഒരു ഫാമിലിയിൽ നിന്ന് ഏതാണ്ട് 2.5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തൊരു കഥ ഞാൻ ഇന്നേ ദിവസം കേൾക്കുകൂടി ചെയ്തപ്പോഴത്തേക്ക് ബുദ്ധിയും വിവരവും ഉണ്ട് എന്ന് കരുതുന്നവർ പോലും ഇത്തരം തട്ടിപ്പുകളിൽ പോയി വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രോഡുകളെ തിരിച്ചറിയുക. സൈബർ ഫ്രോഡുകളെ മാത്രമല്ല, ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ഫ്രോഡ് നന്മമരങ്ങളെ കൂടി തിരിച്ചറിയുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. 10 പണവും ഉഗ്രൻ വക്കീലും ഉണ്ടെങ്കിൽ എന്തും പറയാമെന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ തെറ്റിയിട്ടുണ്ട്. നടി ഹണി റോസിന്റെ ലൈംഗികാധിക്ഷേപ പരാതിയിൽ വ്യവസായിയായ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിനുമായി കൊച്ചി സെൻട്രൽ പോലീസാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്തായാലും നമ്മുടെ ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് തന്നെ, അതായത് 11 മണിയോടെ തന്നെ എറണാകുളം CJM കോടതിയിലാണ് ഹാജരാക്കുക. കഴിഞ്ഞ ദിവസം രാത്രി, അതായത് 11:45 തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ വൈദ്യപരിശോധന പൂർത്തിയാക്കി. അതിനുശേഷമാണ് ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം രാത്രിയും ചെലവഴിച്ചത്. ഇദ്ദേഹത്തെ പുലർച്ചെ 5 മണിയോടെ വീണ്ടും ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കും എത്തിച്ചു. ബോബി ചെമ്മണ്ണൂരിന്റെ ഫോൺ അടക്കം പിടിച്ചെടുത്ത ഒരു അന്വേഷണ സംഘം ഇദ്ദേഹത്തെ വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തു. സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ഐഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കും അയക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇന്നലെ രാവിലെ 10:30 വയനാട് മേപ്പാടിയിലെ റിസോർട്ട് വളപ്പിൽ വെച്ച് ബോബി ചെമ്മണ്ണൂരിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലും എടുത്തത്. വൈകിട്ട് 7 മണിയോടെ എറണാകുളത്ത് എത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്തായാലും നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന് ഒരു ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെയാണ് ഈ ഒരു ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കില്ല എന്നുള്ള വിവരം കൂടി ഇതിനോടൊപ്പം വരുന്നുണ്ട് കേട്ടോ. കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞിട്ട് 7 മണിക്കൂറിലായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത്. ഹണി റോസ് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തതിനെ തുടർന്ന് മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ വെച്ച് ഈ ഒരു കൊച്ചി പോലീസ് വളരെ നാടകീയമായിട്ടുള്ള രീതിയിൽ കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറയുന്നത്. പ്രതിയുടെ വാഹനത്തിന് കുറുകെ പോലീസ് വാഹനം നിർത്തി, എന്നിട്ട് വണ്ടിയിൽ നിന്ന് വിളിച്ചിറക്കിയാണ് കൊച്ചി പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. സ്വന്തം വാഹനത്തിൽ എത്താമെന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് സമ്മതിച്ചില്ല. അങ്ങനെ സമ്മതിക്കുകയില്ല. ഇതിനിടയിൽ തന്നെ ഹണി റോസിന്റെ രഹസ്യമൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയിട്ടാണ് ഹണി മൊഴി നൽകിയത്. എന്തായാലും തനിക്കൊപ്പം നിന്ന നിയമ സംവിധാനങ്ങൾക്കും പോലീസിനും മുഖ്യമന്ത്രിക്കും ഹണി റോസ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തന്നെ നന്ദി അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള ആ ഒരു FIR റിപ്പോർട്ട് പുറത്തു വന്നത്. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, പരാതിക്കാരിയെ സമൂഹ മാധ്യമത്തിൽ അശ്ലീല ധ്വനിയോടെ അപമാനിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയും കരുതലോടെയും 2024 ഓഗസ്റ്റ് 7 കണ്ണൂർ ആലങ്ങോടുള്ള ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ ഷോറൂം ഉദ്ഘാടനത്തിനിടെ ലൈംഗിക ഉദ്ദേശത്തോടെ പിടിച്ചു കറക്കുകയും ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയും ചെയ്തു എന്നാണ് FIR-ൽ ഉള്ളത്. പിന്നീട് മറ്റൊരു ചടങ്ങിൽ പ്രതിയുടെ പെരുമാറ്റ ദൂഷ്യം മൂലം പങ്കെടുക്കാൻ വിസമ്മതിച്ച പരാതിക്കാരിക്കെതിരെ പ്രതികാര ബുദ്ധിയോടെ വീണ്ടും പരസ്യമായി ലൈംഗിക ധ്വനിയോടെ പരാമർശങ്ങൾ നടത്തിയെന്നും FIR-ൽ ഉണ്ട്. തുടർന്ന് സമാനമായ പരാമർശങ്ങൾ ജാങ്കോ സ്പേസ് എന്ന യൂട്യൂബ് ചാനൽ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മീഡിയകൾ വഴി പ്രചരിപ്പിക്കുകയും പരാതിക്കാരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തു എന്നുള്ളതും FIR-ൽ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഹണി റോസ് കരുതിക്കുട്ടി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്തായാലും ശരി, നീതി തനിക്ക് ഉറപ്പായിട്ട് കിട്ടണമെന്ന് പറഞ്ഞു തന്നെയാണ് ഹണി ഇതിന് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഹണിയോടൊപ്പം തന്നെയാണ് പലരും ചേർത്ത് നിർത്തിയിരിക്കുന്നത്. അതായത് WCC അതുപോലെ പല പ്രമുഖരും എല്ലാം ഹണിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു കണക്കിൽ നോക്കുമ്പോൾ അത് ശരിയാണല്ലേ. ഇപ്പോഴെങ്കിലും സ്ത്രീകളൊന്ന് പ്രതികരിച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ള ദ്വയാർത്ഥങ്ങൾ പറഞ്ഞാലും അല്ലെങ്കിൽ ഇതുപോലെ അധിക്ഷേപങ്ങൾ പറയുന്ന ആളുകൾ ഇങ്ങനെ ഒരു പ്രതികരണം ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കൂടുകയുള്ളൂ. അപ്പം ഹണി റോസിനോടൊപ്പം തന്നെയാണ് ഏകദേശം മലയാളികൾ കൂടെ നിൽക്കുന്നത്. ഇപ്പം ഹണി റോസിന്റെ വസ്ത്രവിധാനത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, ഒരു സ്ത്രീയെ അധിക്ഷേപിക്കുന്നത്. ഇപ്പൊ ഹണി റോസ് ഏത് രീതിയിലുള്ള വസ്ത്രം ധരിച്ചോട്ടെ, പക്ഷെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു അധിക്ഷേപം നടത്തിയാൽ അത് ശരിക്കും പറഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്.